അതെന്തുവാ? എന്നിട്ടാണ് ഞാൻ നോക്കിയപ്പോ 2 പടം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഒരെണ്ണം ഇച്ചിരിയുള്ളത്, ഒരെണ്ണം അതിനേക്കാളും ഉള്ളത്. എന്നിട്ട് അതറാൻ പറ്റാത്തോണ്ട് അതിനെ ഇങ്ങോട്ട് വിളിച്ചേ. എന്നിട്ട് ഞാൻ വിളിച്ചത് നല്ല സുഖമുണ്ടോ എന്ന് ചോദിച്ചേ. അപ്പൊ ഒന്നും വേണ്ടിയില്ല, ഇങ്ങനെ 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 ഇരിക്കുക, ഒന്നും മിണ്ടുന്നില്ല അവള്. അതാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേർ എന്തെങ്കിലുമൊക്കെ മിണ്ടുന്നത്, മൊത്തം ക്ലാസ്സിൽ എല്ലാ പിള്ളേരും അവളുടെ പറയുന്നുണ്ട്. എന്നിട്ട് എന്റെ കൂടെ വന്ന പ്രവീണാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് എന്തിനാടി വെറുതെ കൊച്ചിനെ കരയിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ടാണെങ്കിൽ ചേച്ചി ചോദിക്കുക മുട്ടായി വല്ലതും കിട്ടുവാണെങ്കിൽ പറയണേ തരണേ എന്നൊക്കെ പറഞ്ഞു. കൊച്ചിന് ഏതുകൊണ്ട് എല്ലാ വിഷയം മുട്ടായി കിട്ടുമോണ്ട് വിഷമിപ്പിച്ചോ, നമ്മള് വഴി തിരിച്ചു വിടണം. കൂടെ തിരിച്ചു പോകും. എന്നിട്ടാണെങ്കിലല്ലോ അനാമികയാണെങ്കിൽ പറയുക, എടി ഞാൻ നിന്റെ ചേച്ചി വന്നപ്പോ ഞാൻ വിചാരിച്ചു നിന്നെ ആശ്വസിപ്പിക്കാൻ വരുമെന്ന്. എന്നിട്ട് അവള് പറയുക അങ്ങനെ വിചാരിച്ചെന്ന്, നിന്റെ ചേച്ചി ഇപ്പൊ വന്നത് മുട്ടായി ചോദിക്കാനാണല്ലോ എന്നും പറഞ്ഞോണ്ട് കരച്ചിലൊന്നും വരത്തില്ല. ആരാധ്യ, നദാന്യ, അഞ്ജന, പിന്നെ ഭവ്യ, അനാമിക ഇവരെല്ലാം എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയ കൊച്ചു മാത്രമില്ല, ബാക്കിയില്ല. ഇപ്പൊ വേദന എല്ലാം മാറിയോ? ഇല്ല. എടി നിന്നെ മാത്രം എല്ലാരും എന്തോടി അടിക്കാൻ വരുന്നേ? എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര കൂട്ടായിട്ട് ഇരിക്കുന്നോണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തോണ്ട് വന്ന് അടിച്ചതാണ്. എന്റെ പൊന്നോ, ഞാൻ എന്താ പറഞ്ഞറിയാവോ, നിന്റെ മുടി കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ട് എടുത്തത് ഞാനാ. അത് ശരി. എന്റെ കുഞ്ഞിന്റെ മുടിക്കത്തോടെ കുഴപ്പം കൂട്ടായിട്ടുള്ള കൊച്ചിനെ കാണുമ്പോ ചേട്ടന്മാർക്ക് അസൂയ അസൂയ അടിച്ചിട്ട് ആരെയിട്ട് പഞ്ചറാക്കിയിടാ. എവിടാ പഞ്ചറായത്? പഞ്ചറായത് ഇവിടെയാണ്. കേസ് കൊടുത്താലോ? ഇവിടെ പഞ്ചറായത്, പക്ഷെ ഇത്രയും വേദനയുണ്ട്. പാവം. എന്താ ചെയ്യണം? അച്ഛനാ കല്ലെടുത്തിട്ട് എറിയണം. വേണ്ട, എറിയണ്ട, നമുക്ക് കൊട്ടേഷൻ കൊടുത്താലോ? ഞാൻ ചോദിച്ചോ വലിയ കല്ലാണോ ചെറിയ കല്ലാണോ? പൊന്നെ, ഞാനാണെങ്കിൽ അവിടെ നിന്നപ്പോ ഇങ്ങനെ എറിഞ്ഞതാ. ഞാൻ എന്തോ കാര്യത്തിന് അടുത്ത അങ്ങനെ ഇരുന്നപ്പോ